പ്രൊഫഷണൽസിന് മാത്രമേ ഇത് പറ്റുള്ളൂ. ഒറിജിനൽ സാധനം. ചവ കത്തിച്ചു കൂടാൻ പാടില്ല. കൂടി 1 2 3 സ്റ്റാർട്ട്. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം. വീഡിയോ എടുക്കും. പീരീഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് സംഭവം സീന് മണയുണ്ട്. സെറ്റായിട്ട് ഇന്ന് മാണിത്തട്ട് ഒപ്പിരിക്കാൻ പോവുകയാണ്. അശമോൾ മാണിത്തട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പറയും? വാഴക്കൂമ്പ്. എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സാധനം? നോക്കും. രണ്ടും പറയും. അമ്മ രണ്ട് പേടിക്കണ്ട. ഇത് അമ്മ അമ്മ കോഫി പൗഡർ വെച്ച് ബ്യൂട്ടി ചെയ്യുകയാണ്. ഇതാണ് സാധനം. നിങ്ങൾക്കറിയാം, സംഭവം അറിയാം. ഇത് നമ്മൾ തക്കാളി കൊണ്ട് സ്ക്രബ് ചെയ്യും മുഖത്ത്. നല്ല ക്ലീൻ ആൻഡ് ബ്രൈറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതാണ് സാധനം. ഇതാണ് നമ്മൾ ഉപ്പേരി വയ്ക്കാൻ പോകുന്നത്. സാധനം ഇതാ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫഷണൽസിന് മാത്രമേ ഇത് പറ്റുള്ളൂ. ഒറിജിനൽ സാധനം. അല്ലാത്ത ഒറിജിനലാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇത് നമ്മള് ഇത് രണ്ടും ചെയ്യണ്ടെന്ന് ഇപ്പൊ ഒരെണ്ണം മാത്രം. ഇത് ഒരെണ്ണം മാത്രം ഞാൻ പൊളാക്കി ചെയ്യും. അത് നല്ലത് നാളെ അമ്മ നന്നായി ചെയ്യും. കുക്കിംഗ് തെളിയിക്കുന്നതാണ്. കയ്യിൽ പോലും മുറിയാതെ പറഞ്ഞിട്ട് കൈ മുറിയുന്ന തോന്നുന്നുണ്ട്. സോറി ഗൈസ്, ഞാൻ ഫോണിൽ വരാം. നമ്മളെ മുറിച്ച സാധനം ഇനി എന്താ ചെയ്യുന്നത്? ഇത് ഇപ്പൊ കഞ്ഞിവെള്ളത്തിലും പിന്നെ മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് വെള്ളത്തിലാണത് കഴുകുന്നത്. ഞാൻ ചെയ്ത ഇതിൻ്റെ കറ ഉണ്ടാവില്ല. ചില മണി തട്ടിക്കൊരു കറ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഗൈസ്. നമ്മൾ നന്നായി ഇത് കുറച്ച് നേരം ഇട്ട് വെച്ചു. എന്നിട്ട് നന്നായി ഇങ്ങനെ കഴുകി വൃത്തികെട്ടാൻ. നല്ല രസമുണ്ട് ഇതിൽ കളിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈയെടുക്കാണ്ട് കളിക്കുന്നത്. സെറ്റ് സാധനമാണിത്. കറൊക്കെ പോയിട്ട് നല്ല ടേസ്റ്റി ആവും ഇതൊക്കെ. സാധനം നിങ്ങൾ കുറച്ച് ശാമട്ടം കഴുകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കളഞ്ഞു. കുറച്ച് മാത്രം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ബാക്കി വരാം. അങ്ങനെ കഴുകി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റട്ടത്. നമ്മൾ ഒരു തരി പോലും മിസ്സാവാണ്ട് വേണത് ചെയ്യാൻ. കാരണം അത്രയും കഷ്ടപ്പെട്ട് അരിഞ്ഞതാണ്. പകുതി വരെ ഞാൻ അരിഞ്ഞിട്ട് മിസ്റ്റേക്കായി. അമ്മയാണ് അരിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ഒരു തരി പോലും മിസ്സാവാൻ പാടില്ല. പലരും ഒരു തരിയും അതിൻ്റെ അപ്പുറമൊക്കെ കളഞ്ഞു. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ മിസ്സാവാതെ എടുക്കണം. 2 കഷ്ണം. ബാക്കി കഷ്ണം നിന്റെ ആര് പറയും? സൂക്ഷിച്ചെടുക്കുന്നു. ബൈ ദ വേ എൻ്റെ നെയിൽ പോളിഷ് ഇതിൽ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നെയിൽ പോളിഷ് പീരീഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അത്യാവശ്യം സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്ന അമ്മ ചെയ്യുമ്പോൾ നമ്മൾ ഇത് മാത്രം തുടങ്ങിയോ? തുടങ്ങി. ഇതിനിടയ്ക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ചെറിയ കൊണ്ട് ഹെൽപ്പ് ചെയ്തത്. നമുക്ക് ഇതിൻ്റെ ഉപ്പേരിക്ക് മിക്സ് ചെയ്യാനുള്ള മിക്സിയിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഐറ്റമാണ് തേങ്ങ. നന്നായി ശാന്തട്ട് ചേരും. അതെ, നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്യണം. അതെ 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 അതെ. നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം നല്ലതാണ്. വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നാലാൾ കാണൂല. അല്ലാത്ത സമയത്ത് നമ്മൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമില്ലല്ലോ. പറയുമ്പോൾ എന്താ ചെയ്യാ, പറഞ്ഞ കാര്യമില്ല. നന്നായി ചെലവുന്നുണ്ട്. വിജയകരമായി ശാമേട്ടൻ കഴിഞ്ഞിരിക്കുന്നു. കാണിക്ക് തേങ്ങ കാണിക്ക്.
കുറച്ച് തുള്ളികളുണ്ട്, ഞാൻ ഫുള്ള് ഫിനിഷ് ചെയ്ത് പെർഫെക്ഷൻ. ഇതെങ്ങനെയുണ്ട് ഈ തേങ്ങ ചിരവണ മെഷീൻ? ഞങ്ങളുടെ വീട്ടിൽ ഇതാണ് തേങ്ങ ചിരവണ മെഷീൻ. ചിലവുകൾ മാറ്റി അപ്ഡേറ്റ് ആയി ഞങ്ങള്. അതെ, ഞാൻ മെഷീനാണോ? നമുക്ക് ഇനി അടുത്തത് ഈ മിക്സിയിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പൊ ഞങ്ങൾ ഒരു കോമ്പറ്റീഷൻ വെച്ചു, ഏറ്റവും കൂടുതൽ ആരാണ് വെളുത്തുള്ളി. ഞാനത് പറയണ എനിക്കത് കോൺസെൻട്രേറ്റ് പറ്റുന്നില്ല. കുറച്ച് എനിക്ക് ആയിക്കോട്ടെ, നമ്മളാരാണ് കൂടുതൽ റെഡി? 1 2 3 സ്റ്റാർട്ട്. ചാവട്ടം വീട്ടിൽ കൂട്ടണ്ട. ആദ്യത്തെ ഞാൻ വെച്ചു, അതെന്റെയാ ഞാൻ വെച്ചു. ഞാൻ വെച്ചു. എക്സ്പെക്ട് നമ്മൾ പിന്നെ അറിയാലോ ഗൈസ്. പക്ഷെ എന്നാൽ നമ്മൾ വലിയ പീസൊക്കെ കിട്ടും. ഞാൻ മണ്ട പീസാണ് ഞാൻ ആലോചിച്ചു. അട്ടക്കുള്ള മത്സരം നന്നായിരുന്നു. ചിട്ടിങ് സാധനങ്ങൾ അമ്മയെ എല്ലാവരും ഈ കോമ്പറ്റീഷൻ ഞാൻ ജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഞാൻ മുടിക്കുന്ന ഈ കോൺസെൻട്രേഷൻ പോയതാണ്. അല്ലെങ്കിൽ ഇപ്പൊ നടക്കൊന്നുമില്ല. ഷാമട്ടം പോയി വരുമ്പോഴത്തേന് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചു. തേങ്ങ ഷാമട്ട ചെറിയതാണ്, കുറച്ച് ചുവന്നുള്ളി മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ശരിയാക്കി. പിന്നെ ചട്ടി, മിക്സിയുടെ ജാർ, പിന്നെ നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ച സാധനം. നമ്മൾ എന്ത് ചെയ്യണം, ഇത് മൂന്നും കൂടി നമുക്ക് ഒരുമിച്ച് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. വല്ലാതെ അരയാൻ പാടില്ല, ജസ്റ്റ് നാക്കിയാൽ മതി. വെളുത്തുള്ളി പോട്ടെ. ഇനി അടുത്തത് തേങ്ങ ചെറിയത്. ഇതിന്റെ അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്താലും ഇങ്ങനെ. ചാറിൽ ഇത് മുഴുവൻ ഇട്ടുണ്ട്. എന്തൊക്കെയാ നമ്മൾ ഇട്ടത്? ഉള്ളി, തേങ്ങ അരച്ചത്, തേങ്ങ ചെറിയതും വെളുത്തുള്ളി. വെരി ഗുഡ്. ഇനി നമ്മളത് അടച്ചിട്ട് മിക്സിയിൽ എങ്ങനെയാ അടിക്കേണ്ടത്? അത്ര മാത്രം മതി. നമ്മൾ ദാറ്റ്സ് ഇറ്റ്. കുറച്ചും കൂടി ആവാം, ഒരു ടറും കൂടി. ഒരു ടർ കൂടി ആവാം. അതൊന്ന് കാണിക്കൂ. ഒരു ടർ കൂടി പോടുന്ന, അങ്ങനെ ആക്കരുത് നമ്മ പറഞ്ഞിട്ടുണ്ട്. ഇത്ര മതി, ഇത് പാകാണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ആക്കണം. നമ്മളത് എടുക്കണം. കിട്ടുന്നില്ലേ? കിട്ടി. അപ്പൊ നമ്മളെന്താ വല്ലാതെ അരിഞ്ഞ് പോവാണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചട്ടി വെക്കാം. ചവ കത്തിച്ചു. നമ്മൾ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന മൺചട്ടി. കുറച്ച് വെള്ളമുണ്ട്, അതൊക്കെ ഒന്ന് അലിഞ്ഞ് പോട്ടെ. അലിയല്ല, സോറി, വറ്റി പോട്ടെ. ചട്ടി ചൂടായിട്ട് നമ്മൾ വെളിച്ചെണ്ണ, ശുദ്ധമായ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാകത്തിന്. പാകാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ഇടൂ. ഇനി നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ എന്താ, കടുകിടണം. ഇല്ല, പൊട്ടില്ല. കടുകിന് പൊട്ടില്ലേ?
അയ്യോ ഫോൺ സൂക്ഷിക്കണേ. നമ്മൾ കുറച്ച് കടുക് ഇടാം. എണ്ണ ചൂടായി എന്നാണ് എൻ്റെ ഒരു ധാരണ. അത്യാവശ്യം കടുക് ഇട്ടു. അപ്പോൾ എണ്ണ ചൂടായിട്ടില്ല, കടുക് പൊട്ടണില്ല. അപ്പോൾ പൊട്ടുമായിരിക്കും. കടുക് പൊട്ടാണെങ്കിലും നമുക്ക് കുറച്ച് തീ കുറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വേപ്പില നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഇട്ട് കൊടുക്കാം. നമ്മളൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇടാൻ മറന്നു, പച്ചമുളക്. പച്ചമുളക് നമ്മൾ നേരത്തെ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറക്കാറുണ്ട്. മോരൊഴിക്കാൻ നമുക്ക് തൽക്കാലം ഇത് എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മറ്റേത് തീ ഓഫാക്കി വെച്ചിട്ടാവും. ശരി, കുക്കിംഗ് കണ്ടാരും പഠിക്കും. 2 എണ്ണം മതി, ചിലപ്പോൾ നല്ല എരിവായിരിക്കും. ഇവിടെ എരിവ് കുറവാ. ഒന്ന് ആയി. നമുക്ക് തീയാമാക്കി കൊടുക്കാം. പച്ചമുളക് ഇട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. ഒട്ടും ലേറ്റ് ആകാൻ തന്നെ നമ്മൾ ഈ വാഴ കൂമ്പ് അരിഞ്ഞ് ക്ലീനാക്കി വെച്ചത് ഇട്ട് കൊടുക്കണം കേട്ടോ. രണ്ടും ഒരുമിച്ച് വേണം വേവാൻ. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അച്ചോടെ വെക്കുന്നുണ്ട്. നമ്മൾ ഉപ്പിട്ടായി നോക്കുകയാണ്. പൊങ്കാള് നോക്കണം, പക്ഷെ നമ്മൾ സെറ്റാക്കും. വേറെ കാര്യം അപൂർവ കാഴ്ചകളൊക്കെ അച്ഛനിങ്ങനെ നോക്കി കിട്ടാറുണ്ട്. പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി മതി, കൂടാൻ പാടില്ല. പൊടി നല്ല മണമൊന്നും വരുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ മണം വരുന്നുണ്ട്. ഇവനും കിടപ്പാണ്. മഞ്ഞപ്പൊടി കുറവുണ്ടോ? മഞ്ഞപ്പൊടി ഇട്ടെല്ലാം അതിനത് റെഡി ആകുമ്പോൾ ആയിക്കോളും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു മൂടി കൊണ്ട് അടച്ച് വെക്കാം. കണ്ട, ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്തോളും. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നല്ല കളർഫുള്ളായുണ്ട്. നമുക്ക് തീ സ്വിമ്മിലിട്ടിട്ട്, സ്വിമ്മാണോ സിമ്മാണോ, തീ കുറച്ചിട്ടിട്ട് നമുക്ക് അടച്ചേക്കാം. അതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. സമോസീന് മണയുണ്ട്, വേവാൻ വേണ്ടി അടച്ചേക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നേരെ അടച്ചു വയ്ക്കുന്നു. എത്ര കാത്തിരിക്കാം. കരിയണേന് മുന്നേ എടുക്കുക. അത്രയുള്ളൂ. എനിക്കറിയില്ല എത്ര നേരം എടുക്കണമെന്ന്. നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പൊക്കി നോക്കാം, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെയും അടച്ചു വയ്ക്കാം.
അടുപ്പിൽ ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ നമുക്ക് മറ്റൊരടുപ്പിൽ പപ്പടം നോക്കാം. അതെ, ഫുഡ് കഴിക്കാൻ നേരമായിക്കണേ. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് പപ്പടം ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ നടുക്കിലായിട്ട് ഒരു ഓട്ട കുത്തി കൊടുക്കാം. ഓ പെർഫെക്റ്റ് ഓട്ട. സെൻട്രല്ലാണല്ലോ സാരില്ലേ? പുറത്തേക്ക് പോയിരുന്നു. അതാണ് വെള്ളം എടുത്തിങ്ങനെ വെള്ളം മുമ്പിൽ പോയിരുന്നു. പപ്പടം സെറ്റാക്കുകയാണ് ഗൈസ്. പപ്പടം അമിത്യ പപ്പടം റവക്കാട് പപ്പടം. അവക്കാടോ? ആ അങ്ങനെ എഴുതിണ്ടായിരുന്നു. മട്ടൻ ഷാമട്ടൻ ടേസ്റ്റ് നോക്കുമ്പോഴാണ് ഓൾറെഡി 2, 3, 5, 6 വട്ടം ടേസ്റ്റ് നോക്കി. നോക്കട്ടെ ഗൈസ്, ടേസ്റ്റ് നോട്ടെ ഗൈസ്, നോട്ടെ. സെറ്റായിട്ട് പൊളി സാധനം. ഞാൻ എന്തുണ്ടാക്കിയുള്ള ഷാമട്ടൻ എങ്ങനെ പറയാം? എന്ത് കാര്യം തീരെ സെറ്റ് പറഞ്ഞു. സെറ്റായിട്ട് താങ്ക് യു. കൈ സെറ്റല്ലേ? എങ്ങനെ കണ്ട ചോറിന് പോവാണ്. ഉപ്പേരി, പപ്പടം, സാമ്പാറുണ്ട്. കഴിക്കാൻ പോകുന്നത് എന്നിട്ട് വയ്യ. ആ കല്ലുമ്മക്കായ അച്ചാറുണ്ട്. കുറച്ചിടും ഞങ്ങൾ സരസമേളയിൽ നിന്നും വാങ്ങിയ കല്ലുമ്മക്കായ കല്ലുമ്മക്കായ അച്ചാർ. അപ്പോൾ എല്ലാവരും ഇട്ടോ കഴിക്കാൻ പോകണം ഗൈസ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഉപ്പേരി വിഷയം അടുത്ത വീഡിയോ ആയിട്ട് അപ്പുറത്തത് പിന്നെ വരാം. അടുത്ത വീഡിയോ ആയിട്ട് എന്തെങ്കിലും വരാം. എന്തെങ്കിലും വരാം. ബൈ.